അപ്പം മക്കളെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ഡൗൺ ആയി. ഇനി കണ്ടസ്റ്റൻസ് അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഇൻ്റർവ്യൂസ് വരാനുണ്ട്, കുറേ അധികം പൊട്ടാനുണ്ട് പുറത്തേക്ക്. പൊട്ടുമ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ ഐ എം നോ വൺ ടു ടെൽ എനിത്തിങ് അബൌട്ട് ദോസ് മാറ്റേഴ്സ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പൊട്ടുന്നതൊക്കെ ഒരു വഴിക്ക് പൊട്ടട്ടെ. പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂടെ ഇരുന്ന് പൊട്ടിക്കാം. ഫൈൻ. ഇന്ന് എനിക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്നൊരു വീഡിയോ ഉണ്ട്, ഒരു യൂട്യൂബർ ഇട്ട വീഡിയോ. അതിനകത്ത് അനുമോൾ PR ആയ വിനു കുറേ യൂട്യൂബ് ചാനൽസിന് കാശ് കൊടുത്ത് വീഡിയോ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാശ് കൊടുത്ത് വീഡിയോ ചോദിച്ചു. അത് മാത്രമല്ലാതെ 2-3 ദിവസം മുമ്പ് ഞാനും വിനുവും പോയ ലൈവിന് ഞാനും വിനുവും സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജോലി എടുക്കുന്നു, വിനുവിൻ്റെ ജോലി എടുക്കുന്നു. എൻ്റെ ജോലിയിലേക്ക് വിനു ഇല്ല, വിനുവിൻ്റെ ജോലിയിലേക്ക് ഞാനും കയറി വരുന്നില്ല. ഓക്കെ, അതായത് വിനു എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഞാൻ വിനുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രൊഫഷണലി അല്ലാതെ പേഴ്സണൽ ലൈഫിൽ സുഹൃത്തുക്കളാണ്. ഈ ഒരു സാധനത്തിനെ ഭയങ്കര വേറെ രീതിയിൽ, അത് വിനുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്ക് കൂടിയാണ്, വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വിനു വേറെയുള്ള ആളുകളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ വോയിസൊക്കെ എടുത്ത് വെച്ച്, ഏതോ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ വോയിസാണ്, അത് എടുത്ത് വെച്ച് ഇത് ഈ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്നൊന്നും അല്ലാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു സാധനം ഗ്രൂപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്പോട്ടിൽ വിനുവിനോട് ക്ലാരിറ്റി മേടിച്ച് ഗ്രൂപ്പിൽ വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ പലരും വന്നിട്ട്, നിങ്ങൾ രാജ് ടോക്സിനെ കാണുന്നില്ലേ, അതുൽ വ്ളോഗ്സിനെ കാണുന്നില്ലേ, സമ്മർ മീഡിയയെ കാണുന്നില്ലേ, ഇവരൊക്കെ അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടി കാശ് മേടിച്ച് നടക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇട്ട സമയത്തും, ഞാൻ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അവരവരുടെ അഭിപ്രായം പറയുന്നു. ഓക്കെ, നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കഞ്ഞിയിൽ പാറ്റയോ അല്ലെങ്കിൽ കല്ലോ വാരി പഴുതാരനോ വാരി ഇട്ടിട്ട് നമ്മളുടെ അന്നം കൂടി മുട്ടിക്കൂ? ആരെങ്കിലും ആ ഒരു കഞ്ഞി കൂടി നമ്മൾ മുട്ടിക്കാൻ നിൽക്കൂ? ഇല്ലയെന്നേ ഞാൻ പറയൂ. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് പറയുന്നു. അതിൽ ചിലപ്പോൾ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടാൻ ഒരാളുടെ ഭാഗമോ അല്ലെങ്കിൽ ഒരു ആർമിയുടെ ഭാഗമോ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കുറച്ച് കൂടുതൽ കിട്ടും, എഗെയിൻസ്റ്റ് പറഞ്ഞാൽ കുറച്ച് കുറയും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പോസിറ്റീവ് പറയുന്നവരുണ്ടാവും ഒരു കോണ്ടന്റിന് വേണ്ടി മാത്രം. അങ്ങനത്തെ ആ ഒരു ഡീവിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബർ, ഇപ്പം ഈ എന്താ പറയുക, അത്യാവശ്യം ഫോളോവേഴ്സുള്ള, അത്യാവശ്യം ആളുകൾ കാണുന്ന വീഡിയോസ്, നമ്പർ ഓഫ് വ്യൂവർഷിപ്പ് കൗണ്ട് കൂടുതൽ കാണുന്ന ആളുകളുള്ള യൂട്യൂബ് ചാനലുകളൊന്നും കാശ് മേടിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി വീഡിയോ ഇടും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള റീസണും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു യൂട്യൂബർ ഇട്ട വീഡിയോനകത്ത് മറ്റേ നമ്പറും കണക്കൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ ഇത്ര, കമൻസിന് ഇത്ര, റീചാർജിന് ഇത്ര, സമ്മർ മീഡിയ ഇത്ര, രാജ് ടോക്സ് ഇത്ര, അതുൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൊത്തത്തിലൊരു കണക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ആ യൂട്യൂബ് ചെക്കൻ്റെ പേരും ഞാൻ പറയുന്നില്ല, കാരണം അവൻ ഇനി ഒരു ഹെയ്റ്റ് മേടിച്ച് കൊടുക്കേണ്ട വെച്ചിട്ട്. കാരണം അവൻ അത്യാവശ്യം ബിഗ് ബോസിൽ കയറാൻ താല്പര്യം പ്രകടിപ്പിച്ച, എന്നോട് പേഴ്സണലി വന്നിട്ട് ബിഗ് ബോസിൽ കയറാം, അതിന് കാശ് കൊടുത്താലും കുഴപ്പമില്ല ചേട്ടാ ബിഗ് ബോസ് കയറാൻ എന്താ വഴിയെന്ന് ചോദിച്ച യൂട്യൂബർ തന്നെയാണ് ഈ വീഡിയോസും പുറത്തിട്ടുള്ളത്. ഏത് അനുമോൾ PR യൂട്യൂബ് ചാനലുകൾക്ക് കാശ് കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിൽ എന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ. അതായത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ കാശ് കൊടുത്തിട്ടാണ് പലരെ കൊണ്ടും ഈ വിനു വീഡിയോ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ സമ്മർ മീഡിയയ്ക്ക് ഇത്ര കൊടുത്തു, രാജിന് ഇത്ര കൊടുത്തു. എനിക്കൊരു ദിവസം ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഓക്കെ, ഈ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതിൽ പലരും പല സംശയങ്ങൾ, കോൺസ്പിറസീസ്, പല ഡയമെൻഷൻസ് ഒക്കെ പറയാറുണ്ട്. എനിക്ക് ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ, ഇതിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അവരോട് ഡിസ്കസ് ചെയ്യാറുള്ളൂ. ആ ഡിസ്കഷനിൽ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാലേ അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാറുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യം തന്നെ ഇവിടെ ആ പയ്യൻ യൂട്യൂബർ പറഞ്ഞ ഒരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ വിനുവിൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചു തന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണെടാ എനിക്ക് ഇത് നീ അയച്ചു തന്നത്? ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ, നീ വലിയ സായിയെ പോലെയുള്ള വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക, അവരല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് ആ ചങ്ങായി പറഞ്ഞത്, സായിയുടെ പേര് പറഞ്ഞിട്ടില്ല, ആ ചങ്ങായി എന്നോട് പറഞ്ഞത്, ഞാൻ 2-3 വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു, അവരാരും ഈ സംഗതി പുറത്ത് വിടുന്നില്ല. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് വീഴുമെന്നും നെഗറ്റീവ് കമൻറ്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത്.
ഓക്കെ, ഈ പയ്യൻ പറഞ്ഞ പോലെ സായിയോട് ചിലപ്പോൾ വന്ന് പറഞ്ഞിരിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം ഒരുപാട് മെസ്സേജുകൾ വരാണ്ട്, ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പറയുന്ന ഒരു ഹിയർസേ ആണോ, പ്രൂഫ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ചുമ്മാ വന്നിരുന്നൊരു ഹിയർസേ നിങ്ങൾ അടിക്കരുത് എന്നോട്. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി ഒരു പേഴ്സണിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ബിനുവിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ബിനുവിനോട് ഡയറക്റ്റായിട്ട് ആ കണ്ണടയിൽ ഞാനൊന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സീസണിൽ ബിനുവിനെ എക്സ്പോസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ബിനുവിൻ്റെ വീഡിയോ ഇട്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു കണക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 16 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 to 15 ഇതിനിടയിലുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു 5, 6, 7 ലക്ഷം ഇപ്പോൾ കിട്ടിക്കാണും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ ഡയറക്റ്റ്ലി അറിയുന്ന, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഒരു 4ാമത് 5ാമത് വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല. മനസ്സിലായില്ലേ? നമുക്ക് ഡയറക്റ്റ്ലി അറിയാവുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ വന്ന് പറഞ്ഞു എന്നുള്ളൂ. അത് തന്നെ ഞാൻ ലൈവ് ഇട്ട സമയത്ത് വിനുവിനോട് ഡയറക്റ്റായി ചോദിച്ചപ്പോൾ വിനു പറഞ്ഞു എത്തിക്സ് ആണ്, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ഞാനായിട്ട് ഒരു കണക്കുകളും പുറത്ത് പറയില്ല എന്നുള്ളത്. അത് വിനുവിൻ്റെ എത്തിക്സ്. അയാൾ നല്ലൊരു PR ആണ്, അയാളെ പണി അയാൾ വൃത്തിയായിട്ട് എടുത്തു, എത്തിക്സ് അയാൾ കീപ്പ് ചെയ്തു. ഞാൻ അതിന് അത്രേ കാണുന്നുള്ളൂ. എന്താണെങ്കിലും എൻ്റെ അടുത്ത് ഇതുപോലെ ആരെങ്കിലും വന്നിട്ട് ചേട്ടാ അതുലിന് ഇത്ര കൊടുത്തു, സമ്മറിന് ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാനതിന് പിന്നാലെ പോകില്ല മോനെ. എനിക്കതിന് പോകാൻ പറ്റില്ല. കാരണം എന്താ, ഒരു പ്രൂഫും ഇല്ലാതെ ഒരു ഹിയർസേ അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി ചുമ്മാ വന്നിട്ട് ഇവൻ ഇത്ര വാങ്ങി ഇവൻ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കങ്ങനെ വന്ന് പറയാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 3 മാസം 3+ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ളൊരു 2 മാസം ചില ചാനലുകൾ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ വീഡിയോസ് ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കൂട്ടിക്കോ, ബിഗ് ബോസ് തുടങ്ങുന്നതിൻ്റെ 1 മാസം മുമ്പും ബിഗ് ബോസിൻ്റെ ഒരു 3+ പിന്നെ ഒരു 2 മാസം, ടോട്ടൽ എത്രയായി? ഒരു 5-6 മാസം ഒരു വർഷത്തിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് കോണ്ടന്റ് ചെയ്യുന്ന ഒരു ചാനലിന് ഒരു വീഡിയോ മിനിമം 50K 60K. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി 20, 30, 40, 50. അതിന് മുകളിൽ വ്യൂവർഷിപ്പ് ഉള്ള ചാനലുകളുടെ പേരാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. രാജ് ടോക്സ് ആണെങ്കിലും അതുലാണെങ്കിലും സമ്മർ ആണെങ്കിലും ഇവരൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് നമ്പർ ഓഫ് വീഡിയോസ് ഇടും. ഒരു ദിവസം ഒരു 10 വീഡിയോ ഒക്കെ സമ്മർ വീഡിയോ ഇടാറുണ്ട്. 2, 3, 4 വീഡിയോ നമ്മുടെ അതുൽ ഇടാറുണ്ട്. ഒരു 3-4 വീഡിയോ എങ്ങനെയും രാജണ്ണനും ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നവർക്ക് വേറൊരു PR-ൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല സത്യത്തിൽ. കാരണം എന്താ അറിയോ, അവർക്ക് ഈ വീഡിയോ തന്നെ നല്ല വരുമാനം കിട്ടും. ഞാൻ തുറന്നു പറയാം, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ റവന്യൂ എൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് തുറന്ന് കാണിച്ച് പറഞ്ഞുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഈ കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ സീസൺ 7 സമയത്ത് വീഡിയോ ഇട്ടതിൽ നിന്ന് എൻ്റെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തെ വരുമാനം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത് എനിക്ക് കിട്ടിയ വരുമാനം. ഞാൻ നിങ്ങൾ ആലോചിക്കണം, ഒരു ദിവസം ഒരു ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടൽ മേ ബി 2 വീഡിയോ കൂടുതൽ ഞാൻ ഇട്ടിട്ടില്ല. 2 വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ ബിഗ് ബോസിനെ കുറിച്ച്. അതും 2 വീഡിയോ വരുന്നത് ഈ 3 മാസത്തിൽ ഒരു 10 ദിവസമായിട്ടേ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഞാൻ ഒരു ദിവസം ഒരു റിവ്യൂ വെച്ചിട്ടും ബാക്കിയുള്ളതൊക്കെ ഞാൻ അതർ കോണ്ടന്റുകളും ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഇത്ര വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ബാക്കി ബിഗ് ബോസ് മാത്രം ചെയ്യുന്ന ചാനലുകൾക്ക് എത്ര വരുമാനം കിട്ടിക്കാണും. അങ്ങനെയുള്ള ചാനലുകൾക്ക് എന്തിനാണ് മോനെ ഒരു PR-ൻ്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച 50,000? ഈ നക്കാപ്പിച്ച എന്ന് പറഞ്ഞത് ചെറിയ പൈസ എന്നുള്ളത്, പൈസ എല്ലാം വലുതാണ്, പക്ഷെ കമ്പയറിങ് ടു ദിസ് ഹ്യൂജ് എമൗണ്ട് ആ പൈസ അവർക്ക് 50,000 1 ലക്ഷം വാങ്ങണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാ. അപ്പോൾ അവരെത്ര ചോദിക്കുക? ഇപ്പം എന്നേക്കാൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ചാനലുകളാണ് സമ്മർ മീഡിയ ഒക്കെ. അവിടുന്ന് വോട്ട് വരെ മറിയും. നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പോയി വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം വീഡിയോയിൽ പറയുമ്പോൾ അത് വോട്ടിന് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. സമ്മർ മീഡിയ, രാജ് ടോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീസൺ 1 or 2 മുതൽ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. അവരേന്ന് വോട്ട് വരെ മറിയാനുള്ള ചാൻസ് ഉണ്ട്. അവർ ഈ വിനു ഒരു 50,000 1 ലക്ഷം കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്ക് വാങ്ങുമോ? ഓടാൻ പറയും. കാരണം എന്താ, നാളെ എന്തെങ്കിലും കാരണവശാൽ ഈ വിനു തന്നെ അല്ലെങ്കിൽ ഈ PR ടീം തന്നെ തിരിച്ചു കൊത്തിയാൽ കാശ് മേടിച്ചല്ലടാ നീ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിബിലിറ്റി പോവും. ഇവർക്ക് ഈ കിട്ടുന്ന, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനലിൽ 1 വീഡിയോ 2 വീഡിയോ ഇട്ടിട്ട് മാത്രം ഇത്ര വരുമാനം കിട്ടിയെന്നുണ്ടെങ്കിൽ 4, 5 വീഡിയോ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഷോയും കണ്ട് ഇത്രയും ഇതിൻ്റെ ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ്, അവരുടെ പേഴ്സ്പെക്റ്റീവ് എന്തോ ആയിക്കോട്ടെ, അനുമോളെ വെള്ളപൂശലോ അനുമോളെ സപ്പോർട്ടോ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, they have viewership, they have content more than 2 or 3 videos per day. അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വിനു കൊണ്ടുപോയി 50,000 1 ലക്ഷം കൊടുത്താൽ അവർ വാങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ലോജിക്ക്. പിന്നെ ആരും സ്വന്തം കഞ്ഞിയിൽ പാറ്റേനെ വാരിയിടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇവിടെ മൂവി റിവ്യൂവേഴ്സ് പൈസ വാങ്ങും,
അല്ലെങ്കിൽ ഇതുപോലെ ബിഗ് ബോസ് റിവ്യൂവേഴ്സ് പൈസ വാങ്ങുമെന്ന് പറയുമ്പോൾ വാങ്ങുന്നവരുണ്ടായിരിക്കും. പക്ഷെ മെയിൻ സ്ട്രീമിൽ നിങ്ങൾ കാണുന്ന ലൈം ലൈറ്റിൽ നിൽക്കുന്ന റിവ്യൂവേഴ്സ് ആരും സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കില്ല. ഓക്കെ, അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത് കാണുന്ന വ്യൂവേഴ്സിനോടൊന്ന് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം മുന്നിൽ എത്തിച്ചാണ് എൻ്റെ ഒരു ചാനലിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട്. ഫൈൻ. ഇനി ആദ്യം തന്നെ തീർക്കാനുള്ളത് ഈ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അല്ല, ഫ്രണ്ട്ഷിപ്പ് ആയിക്ക് വലിച്ചു ഓടുന്നില്ലല്ലോ. അതെ, ഞാനും അതാണ് പറയുന്നത്. ഞാനും ഏതോ ഇന്റർവ്യൂവിൽ പറയുന്നത് സീക്രട്ട് ഏജന്റ് ചെയ്യുന്ന പരിപാടി എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൂ. അമ്മേ സത്യം ഫോൺ വരെ പറഞ്ഞു. സീക്രട്ട് ഏജന്റ് എന്റെ വൻ ഫ്രണ്ടാണ്. സീക്രട്ട് ഏജന്റ് ഇപ്പൊ അനുമോള് നെഗറ്റീവ് വീഡിയോ ഇട്ടിരിക്കുകയാണ്. എന്തിനാണ് സീക്രട്ട് നെഗറ്റീവ് പറഞ്ഞ പുറത്ത് പോസ്റ്റ് അത് ഇതേപോലുള്ള പല ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഡെയിലി എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഇടുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്. ഇതേപോലെ പല പരിപാടികൾ ചെയ്യാം. ഫസ്റ്റ് വീക്കിന് നെഗറ്റീവ് ആക്കാൻ നോക്കിയത് ഞാൻ നോക്കിയത് അനുമോളല്ലേ ഓൺലൈനില്. സെയിം ഞാൻ ഈ അനുമോളിൽ കരച്ചിലോളി 2-3 ആഴ്ചത്തേക്ക് കരച്ചിലോളി എന്ന് വിളിക്കത്തുള്ളൂ. ആൾക്കാർ അത് യൂസ്ഡ് ആവും. ഞാൻ തന്നെയാണ് ഈ കരച്ചിൽ പ്രൊമോട്ട് ചെയ്യണത്. ഓക്കെ, ഇങ്ങനൊരു വീഡിയോ എനിക്ക് 2 ദിവസം മുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഞങ്ങളുടെയൊക്കെ ബിഗ് ബോസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരാൾ ഇട്ട് തന്നു. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ ഇതിൽ വിനു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ പറഞ്ഞ പേഴ്സണലി എനിക്ക് വിനുവിനെ അറിയാം. ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ചിലപ്പോൾ വിനുവിനെ വിളിക്കാറുണ്ട്, സായിബ്രോ എന്താ അങ്ങനെ പറഞ്ഞത്, അതെന്താ ആ പേഴ്സ്പെക്റ്റീവ്, മനസ്സിലായി? ഈ ഡിസ്കഷൻ അല്ലാതെ ഞാൻ വിനു പറഞ്ഞ വീഡിയോ ഇടുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിന് ഇവിടെ ബാക്കിലിരിക്കുന്ന സ്വന്തം സ്നേഹൻ്റെ മാമൻ കുടുങ്ങിയ കേസ് വരെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ വരെ ഞാൻ പറയാറുണ്ട്. ഞാൻ എന്നെ തന്നെ സ്വന്തം പറയാറുണ്ട്. ഞാൻ ഈ വിനു പറയുന്നതായിട്ടൊരു വീഡിയോ എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ മക്കളെ. ഇതേ വിനുവും ഞാനും തമ്മിലുള്ള ലൈവിലാണ് ഞാൻ പല കാര്യങ്ങളും വിനുവിനോട് ചോദിച്ചിട്ട് വിനുവിന് ഉത്തരമില്ലാതെയായത്. മനസ്സിലായോ? അപ്പോൾ വിനു എന്നെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കും എന്നുള്ളതല്ല സ്കീം. ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് അനുമോൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു സ്ക്രിപ്റ്റ് അനുമോളും പുറത്ത് ഈ OMRഉം ഉണ്ടാക്കിയതാണ് മാസീവ് വോട്ട് കയറാൻ കാരണം എന്നുള്ളൊരു സംഗതിയാണ് ഇവിടെ അനുമോളുടെ ഫാൻസ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അത് ഒറ്റപ്പെടൽ. ഞാനോ രേവതിയോ അല്ലെങ്കിൽ ബാക്കി ചാനലുകളോ ഈ അനുമോളെ കുറിച്ച് വിമർശനങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങളിലേക്ക് നെഗറ്റീവ് ഇട്ട് തന്ന് അവിടെ പുറത്തും പുറത്തൊരു കൂട്ടം യൂട്യൂബേഴ്സ് അനുമോളെ ആക്രമിക്കുന്നു എന്നുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരാൻ വിനു എന്ന OMRനോ PR-നോ ഇത്ര വലിയ പാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വിനുവിനെ പേടിച്ചോ അല്ലെങ്കിൽ ഈ PR അറ്റാക്ക് പേടിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാൻസിനെ പേടിച്ചിട്ടോ ഞാൻ വായ അടക്കി വെച്ച് നടക്കണോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും മക്കളെ, മനസ്സിലായില്ലേ? അതിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വേറൊരാളുടെ പരിപാടിയാകുമ്പോൾ അയാൾ എടുത്തിട്ട് പോയിക്കോട്ടെ, എനിക്കത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ ഒരുത്തം ബെനിഫിറ്റ് ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാതിരിക്കണോ? ഞാൻ ഉണ്ടായിരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയും. എനിക്ക് ഈ സീസണിൽ അനുമോള് കളിച്ച ഗെയിം ഇഷ്ടപ്പെട്ടിട്ടില്ല. തറ ഗെയിമാണ് കളിച്ചത്. അൺഡിസേർവ്ഡ് വിന്നറാണ്, പ്രൗഡ് വിന്നറല്ല, പെയ്ഡ് വിന്നറാണ്. ഞാൻ വീണ്ടും പറയും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിനു ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനുവിന് പല സാഹചര്യത്തിലും ഇത് പറ്റിയിട്ടുള്ളത് ഞാൻ വിനുവിനോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് വെച്ച് വിനു സംസാരിക്കണം. ആരുടെയെങ്കിലും മുന്നിൽ മാസാവാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിൽ ഒരു നേരം അങ്ങോട്ട് പിടിച്ചു നിൽക്കാനോ വേണ്ടിയിട്ട് ഒന്നും പറയരുത്. ഇത് തൊപ്പിയും RR കേസിൽ വിനുവിൻ്റെ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്നോട് പറഞ്ഞപ്പോൾ അത് ബാട്ടർ സിസ്റ്റം ആണെന്നും ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അഖിലിനോട് സംസാരിച്ചപ്പോൾ അതിനകത്തൊരു പൈസയുടെ കണക്കും പറഞ്ഞു. എന്നിട്ട് തൊപ്പി വിനുവിനെ വിളിച്ച് അതിനുശേഷം അഖിൽമാരാർ വിനുവിനെ വിളിച്ചതിന് ശേഷമാണ് എന്ത് പറയുന്നത്, അഖിലിനോട് വിനു പറഞ്ഞത് ഇത് ബാട്ടർ സിസ്റ്റം ആണ്. അപ്പോൾ അഖിൽ ഏറെ പോയില്ലേ? ആ പണിക്ക് നിൽക്കരുത്. കറക്റ്റ് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനൊരു വീഡിയോ കടന്ന് കറങ്ങിയപ്പോൾ ഞാൻ വിനുവിന് മെസ്സേജ് അയച്ചു. ഞാൻ വിനുവിനോട് കൃത്യമായി ചോദിച്ചു, വിനു ബ്രോ എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഗതി വിനു എന്ന് പറഞ്ഞ PR വ്യക്തി, അതായത് പ്രൊഫഷണൽ ലൈഫിലെ വിനു എന്നോട് ഒരു വീഡിയോ ചെയ്യിക്കാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ വിനു ചെയ്താൽ ഞാൻ നിൽക്കുമോ? അതിനുള്ള ഉത്തരം നിങ്ങൾ കേട്ടോ. എനിക്ക് തോന്നണ ഇത് എന്താണ്, ആരൊക്കെയോ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് തിരിച്ച് എന്താ മാനിപ്പുലേറ്റ് വേണ്ടി പറഞ്ഞ സാധനമോ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ചൊറിയാൻ വേണ്ടി പറഞ്ഞ സാധനമാണ്. ഇത് എന്റെ ഒറ്റ ഇതല്ലേ, ആക്ച്വലി 3-4 സാധനങ്ങളുണ്ട്. 3-4 സാധനം മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം വച്ചേക്കുന്നത്. അപ്പൊ അതിൽ പറയണ മീനിങ് ഞാൻ എപ്പോഴും പറയുന്നു. എനിക്ക് ഇപ്പോൾ സായി അല്ലെങ്കിൽ രേവതി ബിഗ് ബോസ് എനിക്ക് ഇടുന്ന വീഡിയോസ് അല്ലെങ്കിൽ അനുമോൾക്കെതിരെ ഇടുന്ന വീഡിയോസ് ഞാൻ ബെനിഫിറ്റ് ആയിട്ട് മാറ്റുന്നുള്ളൂ. അത് എന്റെ സ്ട്രാറ്റജിയാണ്. കാരണം അത് ബെനിഫിറ്റ് ആയിട്ട് മാറ്റേണ്ടത് എന്റെ കടമയാണ്, എന്റെ സ്ട്രാറ്റജിയാണ്. അതാണ് ഞാനിവിടെ മീൻ ചെയ്തിട്ടുള്ളത്. അത്
എന്താണ്, അല്ലാതെ സീക്രട്ട് ഏജന്റ് ഞാനും പ്ലാൻ ചെയ്ത പരിപാടി ചെയ്യാൻ എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജന്റിന് ബിഗ് ബോസിന്റെ വിന്നറിന് കിട്ടുന്ന ഡബിൾ സാധനം ഒരു 3-4 മാസം കൊണ്ട് കിട്ടുന്നുണ്ട് വീഡിയോ ചെയ്ത് മാത്രം. എനിക്ക് തോന്നുന്നുള്ള സീക്രട്ട് ഏജന്റിന് എനിക്ക് വിലക്ക് വാങ്ങാനൊക്കെ പറ്റും. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടുള്ള സാധനമായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇതാണ് എപ്പോഴും ഇതിന്റെ റിയാലിറ്റി. എന്നെയോ സമ്മറിനെയോ അതുലിനെയോ രാജിനെയോ ഒന്നും വിലയ്ക്ക് വാങ്ങാൻ ഇവിടെ PR-കൾക്ക് പറ്റില്ല. കാരണം നമ്മളെപ്പോലുള്ള ചാനലുകൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുള്ളൂ. ഞാൻ എല്ലാം നിങ്ങളോട് വളരെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നില്ല ബാക്കി ആരും വന്നിരുന്ന് നിങ്ങൾക്ക് റവന്യൂ ഒന്നും കാണിച്ചു തരും എന്നുള്ളത്. ഞാൻ അത്രയും ക്ലിയർ ആയിട്ടാണ് നിങ്ങളോട്. ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുന്ന ഞാൻ എന്തിനിടെ ഞാനൊരു PR-ൻ്റെ വാക്കും കേട്ട് അല്ലെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കുമോ? ഇല്ല. കാരണം എൻ്റെ ക്രെഡിബിലിറ്റി പോവും. മനസ്സിലായോ? എൻ്റെ സർവൈവലാണ് എൻ്റെ ഈ ജോബ് എന്ന് പറയുന്നത്. അതിനോട് ഞാൻ ഒരിക്കലും എന്ത് കാണിക്കില്ല, ചതി കാണിക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരു പക്ക ഫുൾ പ്രൊമോഷനൊന്നും എടുക്കാത്തത്? എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കും. അത് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ആവുന്ന ഒരു സാധനമാണെങ്കിൽ ഞാൻ എടുക്കും. മനസ്സിലായോ? ഈവൻ ഗിവ് അവേസ് ആണെങ്കിൽ പോലും ഞാൻ ചെയ്തതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടുള്ള പരിപാടികളുമാണ്. എൻ്റെ സ്നേഹം, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കൊടുക്കുന്ന സ്നേഹം. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ നിങ്ങൾ ഇതേപോലുള്ള മാനിപ്പുലേറ്റീവ് സാധനമായിട്ട് എടുത്തു വെച്ച് എൻ്റെ നെഞ്ഞത്തേക്ക് വരാൻ നിൽക്കണ്ട. എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എൻ്റെ അക്കൗണ്ട് അടക്കം തുറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ ക്ലീനാണ് മക്കളെ. മനസ്സിലായല്ലോ? എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാൻ പറ്റും. ഇനി തെളിയിക്കാൻ അല്ലെങ്കിൽ ഇതിനെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് തിരിക്കാം. ഇനി അതുപോലെ തന്നെ വിനു പറഞ്ഞതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വേറെ ഒരു ചാനലിനെയും ഇവിടെ സമ്മർ മീഡിയനെയോ രാജിനെയോ അതുലിനെയോ ഇവർക്ക് കാശ് കൊടുത്ത് വാങ്ങാനുള്ള പരിപാടിയെ നടക്കുന്നുണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു മാസീവ് വ്യൂവർ കൗണ്ടുള്ള ഒരു വ്യക്തിയെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂവർഷിപ്പിനെ ആലോചിച്ച് ചിലപ്പോൾ വീഡിയോ ചെയ്തിരിക്കാം. ഓക്കെ? അല്ലാത്ത പക്ഷം കാശ് കൊടുത്താലൊന്നും വീഴുന്ന ആൾക്കാരല്ല ഇവർ. ഞാൻ ആദ്യമേ പറയുന്നു, അങ്ങനെയൊന്നും നടക്കില്ല ഇവിടെ പരിപാടി. ഓക്കെ? ഇനി ഈ പയ്യൻ ഇവിടെ വീഡിയോ ഇട്ട സമയത്ത് ഈ പയ്യൻ പറഞ്ഞത് എന്താ, കാശിനാണ് പലതും ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി. ഓക്കെ? അതിനുശേഷം രാജ് ടാൾസിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുത്തിട്ടില്ല. അതിനൊക്കെ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ? അതിനുശേഷം വരുന്നത് അതുലിന് 50,000 രൂപയാണ്. അതുൽ വ്ളോഗ്സില്ലേ ചങ്ങായിക്ക് 50,000 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചാനൽ, പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചാനൽ, യുമാർക്ക് മൊത്തത്തിലായി 2,50,000 രൂപയാണ് ഈ പറയുന്ന വിനുവിൻ്റെ കണക്ക്. ഓക്കെ? അതിനുശേഷം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹിന്ദി അതായത് ഈ വോട്ട് മറിച്ചിട്ടുണ്ട്. തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത്. അതിന് 3 ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത്. അതിനുശേഷം വിനുവിൻ്റെ സ്റ്റാഫിനുമായിട്ട് 4 ലക്ഷം രൂപയാണ് വിനുവിൻ്റെ കണക്ക്. മൊത്തത്തിൽ 16,82,150 രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിലുള്ളത്. 16 ലക്ഷം എന്നുള്ള ആ ഒരു PR എമൗണ്ടിലേക്ക് ഇതാരോ കുത്തിക്കൊള്ളിച്ച് വെച്ചൊരു കണക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഹോസ്പിറ്റലിൽ 38,500 രൂപ കൊടുത്തു എന്ന് പറയുന്നു. മേ ബി ഈ OTP വാങ്ങുന്നത്, ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് അനുമോളുടെ ഫാമിലിയും ഫ്രണ്ട്സും പോയിട്ട് OTP വാങ്ങുന്ന ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഓക്കെ? ആ പരിപാടി ചെയ്ത വഴിക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്തോ ഇല്ലേ എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല. 50 or 100 വെച്ച് കൊടുത്തോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ചില ആളുകൾ എനിക്ക് അയച്ച മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ മെസ്സേജിൽ വേണമെങ്കിൽ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു ഒതൻറ്റിസിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ആൾക്കാർ വേണം ഞാൻ 50 രൂപയോ 100 രൂപയ്ക്ക് വേണ്ടി OTP വിറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ? അപ്പോൾ ഒരു വോയിസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഫൈൻ. ഇനി ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിച്ച ആളുകളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഈ പറഞ്ഞ പോലെ അനുമോള് തന്നെ ഒരു റീലിനകത്ത് ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വോട്ട് വാങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന ഒരാൾ സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. പക്ഷെ 38,500 രൂപ എന്ന് പറഞ്ഞ കണക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ പോയി OTP ചോദിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് 3 മാസത്തിൽ 38,500 രൂപ പണിക്ക് കൊടുത്താൽ മതിയോ? എന്തോന്നാണ് ഇത്? ഇവിടെ മറ്റേ കൂലിപ്പണിക്ക് പോയ ഒരു ദിവസം അതിനും പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 3 മാസം 38,500 രൂപയ്ക്ക് ആരും പണിയെടുക്കില്ല. പിന്നെ 38,500 രൂപയാണോ ആളുകൾക്ക് 100-50 വെച്ച് കൊടുത്തതെന്നുള്ളത്
അതിൽ നിന്ന് അപ്പോൾ 38,500 രൂപയ്ക്ക് എത്ര വോട്ട് മറിക്കാം അല്ലെങ്കിൽ എത്ര വോട്ട് മറിയും എന്നുള്ളതിൻ്റെ കണക്കൊന്നും ഇവിടെ ക്ലിയർ അല്ല. അപ്പോൾ 38,500 ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൈസ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി OTP ചോദിക്കുമ്പോൾ 100-50 ഒക്കെ ആർക്കെങ്കിലും കൊടുത്ത് കാണും എന്നുള്ളൊരു ഊഹാപോഹമുണ്ട്. പക്ഷെ 38,500 ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഐറ്റമല്ല. കമൻ്റ് ഇടുന്നവർക്ക് 1,28,000 രൂപ. 1,28,000 രൂപ കമൻ്റ് എന്ന് പറയുമ്പോൾ 3 മാസമുള്ള പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഒരു ദിവസം തന്നെ എത്ര വീഡിയോസ് അനുമോളുടെ എതിർത്തും സപ്പോർട്ട് ചെയ്തും വരും. ആ വീഡിയോസിലൊക്കെ കമൻ്റ് ഇടുന്നവർക്ക് ടോട്ടലി 3 മാസം കൂട്ടിയ 1,28,000 രൂപയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻ്റ് ഇടുന്നവൻ ഈ പണിക്ക് പോയിന് പോകണോ? അതും എനിക്ക് മാച്ച് ആവുന്നില്ല. അടുത്ത റീചാർജ് 15,650 രൂപ, അതായത് ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ ഷോ നടക്കുന്ന സമയത്ത് അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഫാമിലി, അനുമോളുടെ ആർമി എന്ന് പറഞ്ഞ കുറേ പേജുകളിൽ നിന്നോ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നോ ആർക്കെങ്കിലും വിനു വഴി ORMO PRO വഴി അല്ലെങ്കിൽ അനുമോളുടെ ഫാമിലി വഴി പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. സമ്മർ മീഡിയയ്ക്ക് 5 ലക്ഷം. ഈ സമ്മർ മീഡിയ ഞാനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി പൈസ ഉണ്ടാക്കും ഒരു സീസണിൽ. മനസ്സിലായോ? അതിന് ഇരട്ടി പൈസ ഉണ്ടാക്കുന്ന ഒരു ചാനൽ. അയാൾക്ക് 5 ലക്ഷം വിനു കൊണ്ടുപോയാൽ വിനുവിനെ ചവിട്ടി എറിയും, അങ്ങേര് തൂക്കി എറിയും പുറത്ത്, ഓർഡറാന്ന് പറയും. ഞാൻ സമ്മറുമായിട്ട് സംസാരിച്ചാൽ കഴിഞ്ഞ ദിവസം സമ്മർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരും ഇല്ലാത്തതുകൊണ്ടാണ് പൊന്ന് സായി ഞാൻ അനുമോളെ. കാരണം അതിനകത്ത് സമ്മറിൻ്റെ ഗെയിം അനാലിസിസ് ഡിഫറെൻ്റ് ആണ്. സമ്മർ നോക്കുന്നത് എന്താ, സമ്മറിൻ്റെ കണ്ണിൽ അനീഷ് അട്ടർ ഫേക്കാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഇത്രത്തോളം അനുമോളുടെ അത്ര കണ്ടൻറ്റ് കൊടുത്തില്ല. ആ കണ്ടൻറ്റ് ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അനുമോളെ കയറി എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു വേർഷനാണ് എന്നോട് സമ്മർ പറഞ്ഞത്. അല്ലാതെ ഈ 5 ലക്ഷത്തിന് വീഴുന്ന ആളാണ് സമ്മർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാളിയാ, ഇതൊക്കെ എഴുതി കൊടുത്തു പോലെ ചാട്ട കൊണ്ട് അടിക്കണം എന്നേ പറയാനുള്ളൂ. രാജണ്ണൻ 2 ലക്ഷം. ഈ രാജണ്ണനൊക്കെ ഒരു ദിവസം എത്ര വീഡിയോ ഇടും നിങ്ങളൊന്ന് പോയി നോക്ക്. അങ്ങേരെ ചാനലിലൊക്കെ എത്ര വീഡിയോ അടക്കുന്നുണ്ട്. ആ രാജണ്ണന് 2 ലക്ഷം കൊടുത്താൽ രാജണ്ണൻ സ്വന്തം കഞ്ഞിയിൽ പാറ്റിടും. അതുല്ല 50,000 അതിൽ പോയി സ്വന്തം കഞ്ഞിയിൽ പാറ്റിടും. ഒരിക്കലും നടക്കാത്ത പരിപാടിയാണ് ഈ പരിപാടികളൊക്കെ പറയുന്നത്. പിന്നെ അതേഴ്സ് തമിഴിൽ നിന്ന്, തെലുങ്കിൽ നിന്ന്, ഹിന്ദിയിൽ നിന്ന് വോട്ട് മറിച്ചത് ശരിയാണ്. വോട്ട് മറിക്കാൻ കാശ് ചിലവായിട്ടുണ്ടാവും. മനസ്സിലായോ? വോട്ട് മറിക്കാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം എന്താ, 15-16 ലക്ഷത്തിന് ഇവിടെ PR നടന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും എമൗണ്ടിലുള്ള PR നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ 15 ലക്ഷം രൂപയും വോട്ട് മറയ്ക്കാൻ വേണ്ടി ചിലവാക്കിയതായിരിക്കും. മനസ്സിലായോ? വോട്ട് മറ എന്തായാലും നടന്നിട്ടുണ്ട്, അത് വോട്ട് മറയ്ക്കാൻ വേണ്ടി ചെയ്തത് തന്നെയായിരിക്കും. ഇനി ഇവൻ പറഞ്ഞ കണക്കിൽ, ഈ യൂട്യൂബർ പുറത്തുവിട്ട കണക്കിലാണെങ്കിൽ 16 ലക്ഷത്തി ചില്ലറ വോട്ട് മറയ്ക്കാനും യൂട്യൂബേഴ്സിനും കമൻ്റ് ഇടുന്നവനും റീചാർജിനും മെഡിക്കൽ കോളേജും അതർ ചിലവൊക്കെ ആയിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ വിനു എന്താ ഫ്രീ ആയിട്ട് പണിയെടുത്താൽ? വിനു എൻ്റെ വീട്ടിൽ സോഷ്യൽ വർക്കാന്നാണ് പറഞ്ഞത്. ഇത് ഫ്രീ ആയിട്ട് പണിയെടുത്താൽ ഈ 16 ലക്ഷം അനുമോള് കൊടുത്തത് 16 പണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പണിയെടുക്കുന്ന ബാക്കി വിനുവിന് എന്ത് കൊടുക്കും? വിനു എന്ത് വാങ്ങും? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 16 ലക്ഷത്തിലേക്ക് ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കണക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളൂ. പലരും പല രീതിയിൽ വിവാദങ്ങൾ ബിഗ് ബോസ് ഉണ്ടാക്കാറുണ്ട്. പല വിവാദങ്ങളും യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നു, കാശ് വാങ്ങി ഈ പരിപാടി കാണിക്കുന്ന ആളുകൾ മെയിൻ സ്ട്രീമിലുള്ളവരുണ്ടാവാൻ വളരെയധികം ചാൻസ് കുറവാണ്. ടു ബി ഹോണസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം, വളരെ കുറവാണ്. ഇവൻ ഈ എഴുതി വെച്ച പേരുകളൊന്നും ഒരു കാശ് വാങ്ങുന്ന ചാനലായിട്ട് എൻ്റെ അറിവിലില്ല. തുറന്ന് ഞാൻ പറയാം, അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം കുറേ പേര് അയച്ചെന്നൊരു റീൽ വീഡിയോ ഉണ്ട് എനിക്ക്, അനുമോളുടെ റീൽ വീഡിയോ. അതും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇതോടുകൂടി ഞാൻ മിക്കവാറും ഈ അനുമോളുടെ കണ്ടന്റ് നിർത്തുണ്ടാവും, മതിയേ എനിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനിപ്പോൾ 15 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു, ശരി കൊടുത്തു എന്ന് വിചാരിച്ചു. അതിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട്, അതായത് ഞാൻ പറയില്ല. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല? വോട്ടിന്റെ ഇത് നമ്മുടെ കയ്യിലുണ്ട്, എത്ര വീക്കുള്ള, എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. വോട്ടൊന്നുമില്ല, വോട്ടൊക്കെ എത്ര പറഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ 25 ആണെങ്കിൽ 50 ലക്ഷം രൂപ കൊടുത്ത് PR വെച്ചാലും നമ്മൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ PR എന്തായിരിക്കും ചെയ്യുന്നത്? എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ ചെയ്യുന്ന കള്ളത്തരത്തിന് എന്തെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. അവർ എന്തെങ്കിലും നമ്മളവിടെ ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ അവിടെ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ പറയാം, എന്തെങ്കിലും അവിടെ സംഭവം നമ്മൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഈ PR എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നേരെ എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ, അന്ന് മുതൽ ഇന്ന് വരെ. ഈ ഒരൊറ്റ വീഡിയോ മതി അനുമോളുടെ PR എക്സ്പോസ്ഡ് ആവാൻ. മനസ്സിലായോ? കൂടുതലൊന്നും വേണ്ട. അനുമോൾക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം, ഞാൻ കാശ് പുറത്ത് കൊടുത്ത് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ കാശ് കൊടുക്കുമെന്ന് പറഞ്ഞ് അകത്ത് കയറി PR ഉള്ളൊരു വ്യക്തിയാണ്.
എൻ്റെ കട്ടുകൾ, എൻ്റെ കണ്ടൻറ്റുകൾ ഞാൻ കൊടുത്താലേ മുന്നോട്ട് പോകും. അപ്പം ഞാനത് കൊടുക്കണം. അതിന് വേണ്ടിയാണ് അതിനകത്ത് ഞാൻ കാശ് മേടിച്ചിട്ട് ഇവിടെ എനിക്ക് ബിഗ് ബോസ് പൈസ തന്ന്, ഏഷ്യാനെറ്റ് പൈസ തന്ന് ഇരുത്തുന്നതല്ലേ, അപ്പോൾ ഞാൻ കണ്ടൻറ്റ് കൊടുക്കണ്ടേ എന്നുള്ളൊക്കെ ഡയലോഗ് വരാൻ കാരണം എന്താ? അനുമോളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട് ഫ്രം ദ ഡേ 1 ടു ദ ഡേ 100th. അതായത് ഞാനിവിടെ കണ്ടൻറ്റ് കൊടുത്താലേ പുറത്ത് പണി നടക്കും, അതുകൊണ്ട് ഞാൻ കണ്ടൻറ്റ് കൊടുക്കും. അത് ഇനി ആരെ അപരാധിച്ചും ആരെ വൃത്തികേടാക്കിയും ഞാൻ സ്വയം പൊങ്ങും, ബാക്കിയുള്ളവരൊക്കെ ഞാൻ ചവിട്ടി താത്തും. ഞാനതിൻ്റെ നുണ പറയും, കള്ളത്തരം കാണിക്കും, ഞാൻ എന്തും ചെയ്യും. ഒരാളുടെ ജീവിതം തൊളിക്കുന്ന കണ്ടൻറ്റ് വരെ ഞാനിവിടെ കൊടുക്കാൻ റെഡിയാണ്. ബിക്കോസ് എനിക്ക് കപ്പടിക്കണം. ഈ ഒരൊറ്റ ബുദ്ധി, മറ്റേ സാധനം ഉണ്ടല്ലോ, ഒറ്റ മൈൻഡ്, ആ സാധനത്തിലാണ്. ഇതൊന്നും വളരെ എവിഡൻ്റാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് PR നല്ലതാണ്, ഞാൻ മോശമാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല. അതാണ് ആക്സെപ്റ്റ് ചെയ്താൽ മതി, മനസ്സിലായോ? അത് ആക്സെപ്റ്റ് ചെയ്താൽ തീരേണ്ട വിഷയമേ ഉള്ളൂ. പറയുകയാണ് ശരി, ഞാൻ PR കപ്പടിച്ചത്, എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ കഴിവ്, ഞാൻ PR വേണ്ടി പുറത്തുനിന്ന് കണ്ടൻറ്റ് കൊടുത്തു, PR പറഞ്ഞ പോലെ ഞാനൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തു, ഞാൻ കപ്പടിച്ചു, നിങ്ങൾക്ക് എന്ത് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊക്കെ നാളെ ഉത്തരം മുട്ടിയില്ലേ? നമുക്കൊന്നും പറയാനില്ലല്ലോ, പിന്നെ അവിടെ തീർന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെടി മോളെ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവും. മനസ്സിലായോ? അത്ര മതി. അത് പറയാതെ അതിൻ്റെ മുകളിൽ മെഴുകി കഴിഞ്ഞാൽ വിഷയമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബേഴ്സിന് പൈസ കൊടുത്തു, പൈസ കിട്ടി എന്നുള്ള കണക്ക്, അല്ലെങ്കിൽ വിനു മാനിപ്പുലേറ്റ് ചെയ്തു ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ അതൊക്കെ കുറച്ച് ചിന്തിക്കുന്നവർക്ക് ഇരുന്ന് ചിന്തിച്ചാൽ മതി. ആൻഡ് ബൈ ദ വേ ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനിടയിൽ, നമ്മുടെ ഇയാൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റോയ് അനീഷിന് 10 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് റണ്ണറപ്പ് അയാൾക്ക് 10 ലക്ഷം രൂപ. ഇതിനു മുമ്പ് ബിഗ് ബോസിൽ അങ്ങനെ ഒരു പൈസ കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. എന്തോ സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പൊട്ടിക്കണോ? അങ്ങനെയല്ല, സർപ്രൈസ് ഇങ്ങനെ അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല, എന്തോ സാർ ഓൾവേസ് സർപ്രൈസ് തരുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ, പുള്ളി നമ്മുടെ പുള്ളിയെല്ലാം സാധാരണക്കാരനാണ്. അപ്പൊ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും. സോ അതൊരു ക്യാഷ് പ്രൈസ് ആണ്. അതാണ് ഇന്നത്തെ പൊട്ടിക്കില്ല. ഹലോ, ഓക്കെ അനീഷ് ഓക്കെ, കൺഗ്രാചുലേഷൻ. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് കേട്ടോ, റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ് ഓൾറെഡി റെക്കോർഡ്. അനീഷ്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന്, കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ, എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് ടേബിളിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പത്തേക്ക്, ഒരു 9 o'clock ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 10 o'clock സാറിന് കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ അവിടെ. ശരി ശരി. ഓക്കെ അനീഷ്, ഓക്കെ, കൺഗ്രാചുലേഷൻ, ഗോഡ് ബ്ലസ്. താങ്ക് യു. ഓക്കെ അനീഷ്, ഓക്കെ, അറിയാം, സന്തോഷം അറിയാം. ഓക്കെ, ശരി. ഓക്കെ, അനീഷ് ഒരു കോമണർ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് മൂപ്പര് കൊടുത്ത്. സംഗതി അനീഷിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ ടൈമിൽ വിന്നറായ അനുമോളേക്കാൾ കൂടുതൽ വിസിബിലിറ്റി ഉള്ളതും ആക്സെപ്റ്റൻസി ഉള്ളതും ആരാധകരുള്ളതും അനീഷിനാണെന്ന് പറഞ്ഞപ്പോൾ അത് വേറെ PR. ഡോക്ടർ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ PR അതിക്ക് മുകളിൽ ചിന്തിച്ചിട്ട് ആ കാശ് കൊണ്ടുപോയി അനീഷിന് കൊടുത്തു. അയാൾ ഹീറോയി. മനസ്സിലായ? അനുവിനെ പൊക്കി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അനീഷിന് ഒരു 10 ലക്ഷം കൊടുത്തിട്ട് അവിടുന്ന് അത് വേറെ ഇതൊക്കെയാണ് PR. മനസ്സിലായി? ഇങ്ങനെയൊക്കെയാണ് പണി അറിയുന്ന PR. കാശ് മുടക്കി പണിയെടുക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് ഡോക്ടർ റോയ് ആരായി? ഈ അനുമോക്ക് പൈസ കൊടുത്തപ്പോൾ ഡോക്ടർ റോയ് എന്ത് വിന്നർ പേടി ഇതായെങ്കിൽ 10 ലക്ഷം അനീഷിന് കൊടുത്തോടുകൂടി ഡോക്ടർ റോയ് ആരായി? അമ്മ റെങ്കണ്ണനായി. നാട്ടുകാരിങ്ങനെ അനീഷ് ഫാൻസൊക്കെ റെങ്കണ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ റോയിനെ കയ്യിലെടുത്ത് കൊണ്ടു നടക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് PR. മനസ്സിലായോ? അതാണ് PR എന്നൊക്കെ പറയുന്നത്. സോ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഇനി ആരും എൻ്റെ അടുത്ത് ചാടി പിടിച്ച് വരാൻ നിൽക്കണ്ട. ഞാൻ നിങ്ങളോട് തുറന്ന് എൻ്റെ വരുമാനം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുത്തന്നെയും കാശ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ നാക്കും എനിക്കിങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പും ഉള്ളിടത്തോളം കാലം
ഞാൻ ഇതുവരെ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ആർക്കെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഒരു ഫണ്ട് വേണമെന്ന് അവർക്ക് ഒട്ടും പറ്റാത്ത നിമിഷങ്ങളിലോ 1-2 വീഡിയോ മാത്രമേ വന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നേ വരെ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലടി. മനസ്സിലായില്ല? അത് പറയാത്തതന്നെ എന്തുകൊണ്ടാണ്? എനിക്ക് എന്നോടും എൻ്റെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസമാണ്. ഞാൻ ട്രൂ ആയിട്ട് നിൽക്കും. മറ്റേ പരിപാടിക്ക് ഞാൻ ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ഫീൽ എനിക്കുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. ആർക്ക് വേണേൽ വന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞിട്ട് പോകാം. പിന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. സമ്മറോ രാജോ അതിലോ കാശ് വാങ്ങി പണിയെടുക്കുന്നവരാന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇതേപോലെ ബ്ലണ്ടറുകൾ വിളിച്ച് പറയാം, കോൺസ്പിറസീസ് പറയാം, ഹിയേഴ്സൈസ് പറയാം. ദാറ്റ്സ് ഇറ്റ്.